പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ പെരുമ്പാവൂരിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ EMS മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു കൺവെൻഷൻ. മനോജ് മുത്തേടൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച് പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിട്ടപ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ബഹുഭൂരിഭാഗവും പ്രതിസന്ധി നേരിടുകയാണ് എന്ന ആശങ്കയുമായി ബസ് ഉടമകൾ പെരുമ്പാവൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു കൺവെൻഷൻ. ജില്ലാ ജനറൽ സെക്രട്ടറി KM സിറാജ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KB സുനീർ അധ്യക്ഷത വഹിച്ചു. മനോജ് മൂത്തേടൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും നമ്മുടെ ഒരു പദ്ധതികളുടെ കാലതാമസങ്ങൾ അല്ലെങ്കിൽ വർക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല. ഒരു ടാക്സ് വർധനവ് കാലാകാലം ഉണ്ടാകുമ്പോൾ താങ്ങാൻ കഴിയാത്ത ടാക്സ് വർധനവുണ്ട്. സ്പെയർ പാർട്സിന് വില വർധന ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നെ ഇടയ്ക്ക് പെയിന്റ് മാറ്റാൻ, ബസ്സിന്റെ കളർ മാറ്റാൻ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം വന്നു വീഴുന്നത് നിങ്ങൾക്കാണല്ലേ. പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബസ്സിന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ എല്ലാ ബസ്സിനും കളർ മാറ്റാൻ പറയുമ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഉണ്ടായപ്പോൾ സംഭവിച്ചാണ്. നല്ല അടിപൊളി പെയിന്റ് അടിച്ച് നല്ല വർണ്ണാഭമാക്കിയ എല്ലാ ബസ്സുകളും പിറ്റേന്ന് വൈറ്റ് ആക്കേണ്ട വന്നു. നിങ്ങൾക്കും അതെ, ഓരോ റൂട്ടിൽ ഇപ്പോൾ നീലയാക്കാൻ പറഞ്ഞാൽ നീലയാക്കണം, ചുവപ്പാക്കാൻ പറഞ്ഞാൽ ചുവപ്പാക്കണം, പച്ചയാക്കാൻ പറഞ്ഞാൽ പച്ചയാക്കണം. ഇതൊക്കെ വലിയ ബാധ്യതയാണ് സ്വാഭാവികമായി. പിന്നെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മുഴുവൻ പണി ചെയ്തിട്ട് വേണം ടെസ്റ്റ് നടത്തണമെങ്കിൽ അല്ലേ. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. 15 വർഷം കൊണ്ട് ബസ് അവസാനിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതിനിടയ്ക്ക് ജീവനക്കാർക്ക് ശമ്പള വർധന കൊടുക്കണം, ബോണസ് കൊടുക്കണം, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം. അങ്ങനെ ഓരോ തലത്തിൽ എല്ലാം വന്നു വീഴും നിങ്ങളിലാണ്. വൈകുന്നേരം കണക്ക് നോക്കുമ്പോൾ സത്യത്തിൽ മുടക്കിയ 40 ലക്ഷം രൂപയുടെ നമ്മൾ ബാങ്കിലിട്ടാൽ കിട്ടുമായിരുന്ന ഒരു പലിശ കണക്ക്, മിനിമം പലിശ കണക്കാക്കിയാൽ കിട്ടുമായിരുന്നതിൻ്റെ സത്യത്തിൽ ഇപ്പോൾ നഷ്ടത്തിൽ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആളുകൾ അങ്ങനെയാണ്, പൊതുഗതാഗത സംവിധാനത്തെയാണ് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാതായാലത്തെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കി, വലിയ പ്രയാസമായിരിക്കും. സ്വാഭാവികമായി നമ്മുടെയൊക്കെ ഒരു 50 പേരോ 60 പേരോ ബസ്സിൽ കയറുമ്പോൾ 50 കാറുകൾ റോഡിൽ ഇറങ്ങാതിരിക്കുന്നത് തുല്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും കാറായിട്ട് ഇറങ്ങും, ഇല്ല എല്ലാവരും ബൈക്കുകളായിട്ട് ഇറങ്ങും. റോഡ് മുഴുവൻ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നാടിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ ഗതാഗത മന്ത്രിയൊക്കെ അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷേ UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പല സ്റ്റേറ്റിലുള്ളത് പോലെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അതിന് ഭയങ്കര ജനകീയമായ സ്വീകാര്യത ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു സാഹചര്യമൊന്നുമല്ല. ഗവൺമെൻറ് ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഏതൊരു പദ്ധതി വരുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നാട്ടിലൊരു റോഡ് വഴിങ്ങ് വരുമ്പോൾ കുറേ പേര് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഒരു പാലം വരുമ്പോൾ കുറേ പേര് പ്രയാസം അനുഭവിക്കും. ഇപ്പോൾ ഒരു അണക്കെട്ട് വന്നാൽ എത്രയോ ആളുകൾക്ക് അതിൻ്റെ പ്രയാസം, അല്ലെങ്കിൽ ഏത് വികസന പ്രവർത്തനം വരുമ്പോഴും അതിൻ്റെ പ്രയാസം കുറേ പേർക്കുണ്ടാകും. ആ പ്രയാസങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കി ആ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായകരമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണെങ്കിലും ഇത്രയും പൈസ സർക്കാർ 100 കോടി രൂപയാകട്ടെ ഒരു മാസം കൊണ്ട് KSRTCയിലേക്ക് സർക്കാർ ഖജനാവിലേക്ക് കൊടുത്തത്. അത് KSRTCയുടെ വരുമാനത്തിൽ നിന്നല്ല. നിങ്ങളും ഞാനും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും മൊട്ടുസൂചി മുതൽ കാറ് വരെ വാങ്ങിക്കുന്ന പൈസയുടെ ടാക്സായി സർക്കാർ ഖജനാവിലേക്ക് ചെയ്യുന്ന പൈസ എടുത്ത് 100 കോടി രൂപ ഈ കേരളത്തിലെ വനിതകൾക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെടുകയാണ്. അവിടെയാണ് അതിന് വ്യത്യാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 55,000 ബസ് ഉടമസ്ഥന്മാരും തൊഴിലാളികളും നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഇത്രയുമുണ്ട്. ആ 55 കുടുംബങ്ങൾ മുൻപോട്ടോ വനിതകൾ. ആ 55 കുടുംബത്തിൽ ഭാര്യയും മക്കളും അടക്കുന്ന ആവറേജ് 2-3 പേരെങ്കിലും വനിതകളായിരിക്കും. അവർക്ക് ബസ്സിൽ കയറി അവർക്ക് നമ്മളെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഈ 10,000 ബസ്സുകൾ നിന്നുപോയി കഴിയുമ്പോൾ പട്ടിണിയാകുന്ന 55,000 60,000 വനിതകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്ന് ഇവർ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെപ്പറ്റി വിശദമായ ഒരു പഠനം നടത്തണം. ഞങ്ങൾ പറയുന്നത് ന്യായമാണെങ്കിൽ ആ ന്യായത്തെ അംഗീകരിച്ചുകൊണ്ട് ഇത് മുമ്പോട്ട് പോകാനുള്ള സമയമാണ്. നമ്മൾ ചെറിയ ചില ആവശ്യങ്ങളെ പറഞ്ഞുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഈ പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോടും പറഞ്ഞു, ഞങ്ങൾക്ക് മുതലാളിയാവേണ്ട, ഞങ്ങൾക്ക് ലക്ഷങ്ങൾ ലാഭം വേണ്ട, ഞങ്ങൾ ചെയ്യുന്ന മുതൽ മുടക്കും ഞങ്ങളുടെ അധ്വാനവും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ന്യായമായി പൈസ തരണം. നിങ്ങൾ പറയൂ, നമ്മൾ ആവശ്യപ്പെട്ടത് തെറ്റാണോ? അതുകൊണ്ട് ഇപ്പൊ ഈ 55 രൂപ വെച്ച് തന്നാൽ പോലും ഒരു മാസം ഒരു 50,000 രൂപയും കൂടെ ഉടമസ്ഥ കിട്ടത്തില്ല. അതെന്തോ ആവട്ടെ. അപ്പൊ അന്നേരം മുഖ്യമന്ത്രിയും ഈ പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ളൊരു വാക്കുണ്ട്. നിങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടേ ഞങ്ങൾ മുമ്പോട്ട് പോകൂ. കാരണം വ്യവസായത്തെ
ടെൽക്ക് മാനേജിംഗ് ഡയറക്ടർ NC മോഹനൻ, സംസ്ഥാന ട്രഷറർ MS പ്രേംകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് MP അനിൽകുമാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗം ജോജി അടാട്ടിൽ, അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് AP ജിബി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാമ പടിയാർ, പിറവം യൂണിറ്റ് പ്രസിഡന്റ് ഏലിയാസ് വർഗീസ്, പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി KC രാമചന്ദ്രൻ, കോതമംഗലം യൂണിറ്റ് ഭാരവാഹി CB നവാസ്, കാക്കനാട് യൂണിറ്റ് ഭാരവാഹി അലി, ആലുവ യൂണിറ്റ് ഭാരവാഹി മൻസൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം BO ഡേവിസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ കൺവെൻഷൻ ഇവിടെ ചേരുമ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഇന്ന് നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും സ്വാഭാവികമായും ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് എന്ന മേൽവിലാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബസ് ഉടമകൾ ആരും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരല്ല എന്ന തിരിച്ചറിവാണ്. രണ്ടാമത്തെ കാര്യം, എത്രമേൽ നഷ്ടം പെരുമഴയായി പെയ്തിറങ്ങിയാലും അതെല്ലാം സഹിക്കാനും വഹിക്കാനും സാമ്പത്തിക ശേഷിയുള്ളവരാണ് ബസ് ഓപ്പറേറ്റേഴ്സ്, ബസ് ഉടമകൾ എന്ന ധാരണ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും നയപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവർക്കും നിശ്ചയമായും ഉണ്ടാകേണ്ടതാണ്. മൂന്നാമത്തെ സംഗതി, അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനെ ചോദ്യം ചെയ്യലല്ല, അല്ലെങ്കിൽ അതിനെ നിഷ്കരുണം വിമർശിച്ച് ഇല്ലാതാക്കലല്ല, അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഇരകളായി മാറിത്തീരുന്ന വ്യത്യസ്ത മേഖലകളിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കൂടി അഭിസംബോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനും ആ നയം നടപ്പിലാക്കുന്നവർക്കുമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കണ്ണും പൂട്ടി നടപ്പിലാക്കുക. ആദ്യം പറഞ്ഞു കേരളത്തിലെ എല്ലാ KSRTC ബസ്സിലും സൗജന്യമായിരിക്കും. അതോടുകൂടി നമ്മുടെ സ്ത്രീകളെല്ലാവരും ഭയങ്കര ആഘോഷത്തിലായി. ഈ 102 സീറ്റ് കിട്ടിയതിന്റെ കാരണം മനസ്സിലായില്ലേ? ഇപ്പോ ചുമ്മാ കിട്ടിയതല്ല, ഇങ്ങനെയുള്ള വളരെ നിറപ്പകിട്ടാർന്ന വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അതിലൊന്ന് കണ്ണ് മഞ്ഞളിച്ചു പോയതാണ്, അല്ലാണ്ട് ആരെയും തള്ളിപ്പറഞ്ഞൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ എന്താ സ്ഥിതി? അപ്പൊ ഇവിടെ പെരുമ്പാവൂർ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്ത്രീകളുടെ. അവര് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി കാസർഗോഡിന് പോകണം. എന്തിനാ കാസർഗോഡിന് പോണേ? കാസർഗോഡിന് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് KSRTC ബസ്സിൽ, സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ സൗജന്യമായിട്ട് കയറിയിട്ട് ഞങ്ങള് കൊല്ലൂർ മൂകാംബികയ്ക്ക് പോകും. എന്ന് നടക്കും വിഷയം. ഞങ്ങളുടെ സർക്കാരിക്ക് വരാൻ പോകല്ലേ, ആ സർക്കാരിന്റെ വണ്ടിയിൽ ഞങ്ങൾ പോകും. പാവങ്ങൾ അന്ന് മുതൽ കാത്തിരിക്കുക വഴിക്കണ്ണുമായിട്ട്. സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പ്രിയദർശിനി എന്ന പേരിൽ സംവിധാനമുണ്ടാക്കി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയി വരാം എന്ന പെരുമ്പാവൂരിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രതീക്ഷ ഇപ്പോഴും നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുന്നു. വേണമെങ്കിൽ ഓർഡിനറി ബസ്സിൽ കയറിയിട്ട് ഒരു 3-5 ദിവസം എടുത്ത് മൂകാംബിക പോയിട്ട് വരാം. കൺവെൻഷന് ശേഷം വിവിധ യൂണിറ്റുകളിൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതിനായി ജില്ലയിലെ എല്ലാ താലൂക്ക് യൂണിറ്റുകളിലും ബസ് ഉടമകളുടെ ധർണ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 27-ന് കോതമംഗലം, 28-ന് മൂവാറ്റുപുഴ, 29-ന് കൊച്ചി, 30-ന് പിറവം, 31-ന് അങ്കമാലി, ആഗസ്റ്റ് 3-ന് കാക്കനാട് എന്നീ തീയതികളിൽ ധർണ നടത്തും. സർക്കാർ ബഡ്ജറ്റിൽ ബസ്സുകളുടെ നികുതി 50% കുറച്ചെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിദിനം ഒരു ബസ്സിന് 108 രൂപ മുതൽ 150 രൂപ വരെയാണ് ലാഭിക്കാൻ കഴിയൂ എന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം സ്വകാര്യ
ബസ് ഉടമകളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഓരോ നോട്ടിഫിക്കേഷനുകൾ ക്യാമറയുടെ ആയാലും മറ്റേത് വിഷയത്തിലായാലും ഓരോ നോട്ടിഫിക്കേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾക്ക് സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയായിരുന്നു. 140 കിലോമീറ്ററിന് മേലെയുള്ള ബസ്സുകളുടെ പ്രശ്നം, അവിടെ പെർമിറ്റിന്റെ പ്രശ്നം എന്നും സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓരോ പ്രശ്നങ്ങളാണ്. അങ്ങനെ കെ ബി ഗണേഷ് കുമാറിന്റെ ആ ഭരണം അവസാനിപ്പിച്ച് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നല്ലൊരു കാലമായിരിക്കും നമ്മുടെ ബസ് ഉടമകൾക്ക് എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ ഇന്ദിരാ പ്രിയദർശിനി പദ്ധതി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇവിടെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചപ്പോഴും ഇതിന്റെ വ്യാപ്തി ഇത്രയും ഉണ്ടാകുമെന്ന് നമ്മളാരും മനസ്സിലാക്കിയില്ല. അതിന് എന്തെങ്കിലും ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ ഒരു സൗജന്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനെന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടാകും എന്ന് നമ്മൾ കരുതി. നിർഭാഗ്യവശാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ചെയ്തത് എന്താണ്? KSRTC ബസ്സുകളിൽ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന മാത്രം നൽകി KSRTCയുടെ ലിമിറ്റഡ് സ്റ്റോപ്പും ടൗൺ ടു ടൗൺ സർവീസും പ്ലസ് സാധാരണ ബസ്സിലും സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര പ്രഖ്യാപിക്കാനുണ്ടായി. എത്ര യാത്ര വേണമെങ്കിലും ചെയ്യാം. അന്യ സംസ്ഥാനത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതിൽ യാത്ര ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, ഒരു മാനദണ്ഡവുമില്ലാതെ, ഒരു വരുമാന പരിധി പോലും നോക്കാതെ 1 ലക്ഷത്തിൽ മേലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും IT മേഖലയില് 1 ലക്ഷത്തിന് മേലെ ഇവിടെ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർക്കും ഇന്ന് KSRTCയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ടൗൺ സർവീസിലും ഓർഡിനറി ബസ്സുകളിലും സൗജന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് തീർത്തും അപര്യാപ്തമാണ്. ഡീസലിന്റെ വിലയിൽ 1-ന് 8 രൂപ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് സ്ത്രീ സൗജന്യ പദ്ധതി പ്രാബല്യത്തിലായത്. വിദ്യാർത്ഥികളുടെ തുച്ഛമായ 1 രൂപ മിനിമം എന്ന യാത്രാ നിരക്ക് 12 വർഷമായി തുടരുന്നതും പ്രശ്നം സങ്കീർണമാക്കുന്നു. വരുമാനവും പ്രായപരിധിയും കണക്കിലെടുത്ത് സഞ്ചരിക്കാവുന്ന ദൂരം നിജപ്പെടുത്തണം. ഗ്രാമീണ റൂട്ടുകളിലേക്ക് ഒരു ബസ് മാത്രം ഓടുന്നിടത്ത് സൗജന്യ യാത്ര ഒഴിവാക്കുന്നത് സംബന്ധിച്ചും സർക്കാർ മാറ്റങ്ങൾ വരുത്തി തീരുമാനമെടുക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.